ഹലോ, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ എന്താ പറയുക, കുറേ നാളായിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലുണ്ട്. പക്ഷേ അതിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇന്നുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു വ്ലോഗ് എന്നുള്ള രീതിയിൽ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മോട്ടോ വ്ലോഗിംഗ് ആണ്. എനിക്ക് ട്രാവലിംഗ് ആൻഡ് ബൈക്ക് വ്ലോഗ്സാണ് ഞാൻ കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നാണ് എനിക്ക് പറ്റിയത്. എൻ്റെ ലൈഫിൽ എല്ലാം കൊണ്ടിട്ടും എന്താ പറയുക, എനിക്ക് തുടങ്ങാൻ പറ്റിയത് ഈ ഒരു ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത്, ഞാൻ എറണാകുളത്ത് നിന്ന് മധുരയിലേക്കാണ് പോകുന്നത്. മധുരയിൽ അവിടുത്തെ അമ്മൻ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ ടെമ്പിളിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അതിനുള്ളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അമ്മൻ ടെമ്പിളിൽ പോകണം, പിന്നെ മധുരയിലെ കുറച്ച് ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ പോകുന്നത് മൂന്നാർ വഴിയാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ ആലുവയിലാണ്. അപ്പോൾ ആലുവ പുഴയുടെ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിവിടെ വന്നതാണ്. വീട് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൽ ഓൺ എൻഫീൽഡ് എന്നാണ്. അത് എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വണ്ടി റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ വണ്ടിയില്ല. ലൈഫിൻ്റെ ഓരോരോ എന്താ പറയുക, ഓരോ സ്റ്റേജസിൽ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ടൈമിലാണ് എൻ്റെ വണ്ടി, ആ സമയത്താണ്. അതുകൊണ്ടാണ് എൻ്റെ റോയൽ എൻഫീൽഡ് ജാക്കറ്റ് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആസ് എ ബൈക്കർ നമുക്ക് ഇന്ന വണ്ടിയിൽ പോകാവൂ അങ്ങനെയൊന്നും ആരും ചിന്തിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിലാണ്. അത് യമഹയുടെ FC ആണ്, FC V3. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളായി മീൻസ് എൻ്റെ പടച്ചട്ട എടുത്തിട്ടിട്ട് 6 മാസത്തോളമായി. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇതെടുത്തിടുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള. അത് മീൻസ് അറിയാം, ബൈക്കേഴ്സിന് മാത്രം മനസ്സിലാവുന്നൊരു ഫീലാണിത്. അപ്പോൾ ഇത് എൻ്റെ ബൈക്ക് മീൻസ് തന്ന് സഹായിച്ച എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഇവിടെ ഇപ്പോൾ സ്മരിക്കുന്നു. അവൻ്റെ പേര് മനു. മനു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനു, താങ്ക് യു സോ മച്ച്. ഇതുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതാ പോവുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ മധുരയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ, പെരുമ്പാവൂർ, അവിടുന്ന് മൂന്നാർ, പിന്നെ അവിടുന്ന് ബാക്കി ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് എക്സാക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല. ബോധ്യമേടാണെന്ന് തോന്നുന്നത്, ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി ഗോപ്രോ ഉണ്ടായിരുന്നു, അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും വീഡിയോസ് എടുക്കുന്നതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ റൈഡ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ ഫ്യൂവൽ സ്റ്റേഷനിൽ പോവുക, പമ്പിൽ പോവുക, പെട്രോൾ അടിക്കുക, എന്നിട്ട് കാണാം. 8 ലിറ്റർ. പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ ടാങ്കിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കിലോമീറ്റർ സെറ്റ് ചെയ്യണം. ട്രിപ്പ് 1 നമുക്ക് 0. ഇനിയിപ്പോൾ കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര കിലോമീറ്റർ നമുക്ക് ഓടി എത്ര മൈലേജ് കിട്ടിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ആലുവ പമ്പ് ജംഗ്ഷനിലെ പമ്പാണ്. ഇവിടുന്ന് നേരെ പെരുമ്പാവൂർ, അവിടുന്ന് മൂന്നാർ. മൂന്നാറിൽ പോകുന്ന റൂട്ടിലെ ഇങ്ങനെ ഇവിടെ ഒരു വഴിയുണ്ട്. ഇത് ഫേവറേറ്റ് റൂട്ടാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്നും എനിക്കറിയത്തില്ല. ഇത് ഒരു അടിപൊളി റൂട്ടാണ്. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഈ ഗോപ്രോ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ ഒരു സൈൻ ബോർഡ് ഉണ്ടോ അവിടെ. ഇവിടുന്ന് നേരെ താഴത്തേക്കുള്ള റൂട്ടാണ്. അത്
ഭയങ്കര ഒരു ഇറക്കമാണ്. എൻ്റെ കയ്യിൽ ഗോപ്രോയും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നേരെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാലമുണ്ട്. പിന്നെ ഇവിടെ കണ്ടു നല്ല ഇത് അളീസ. അയ്യോ, മഴ പെയ്യുന്നുണ്ടോ ഒരു ഡൗട്ട് ഇല്ലാതില്ല. പശുക്കളൊക്കെ ഉണ്ട്. പെയ്യുന്നുണ്ടോന്നല്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഇവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളി വഴിയാണ്. പക്ഷെ എനിക്ക് പോയി കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഗോപ്രോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അതേ മഴയും പെയ്തു. ഞാൻ ശരിക്കും പെട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയാണ് കയറി നിൽക്കുക? നെക്സ്റ്റ് സ്ഥലം ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. നല്ല മഴ, ഞാൻ പ്രതീക്ഷയില്ലത്. ഇതിപ്പോൾ എവിടെ പോയാൽ കയറി നിൽക്കുക? അവിടെ പണിയുന്നൊരു വീടുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയാൽ വെള്ളം സീനാവും. തിരിച്ചു പോയിട്ട് ഞാൻ വല്ല കടയെ കിട്ടുമോ നോക്കട്ടെ. അതാകുമ്പോൾ വെള്ളം എന്തെങ്കിലും കുടിക്കണം, എനിക്ക് ദാഹിച്ചിട്ട് പോയാ. ഭയങ്കര വെയിൽ. മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ മധുരയിൽ പോയാലും ഇതാ അവസ്ഥ, മഴ. ഇപ്പം വരുന്ന വഴിക്ക് എത്രാമത്തെ വണ്ടി ഇടിയാന്നറിയോ ഈ റോഡിൽ? ഇവിടെ റോഡ് പണിയാൻ നടക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കാണുന്നത് ഒരു 3ാമത്തെ വണ്ടി ഇടിയാണ് ഈ റൂട്ടിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് മൂന്നാറിൽ ഇപ്പോൾ വരാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് കൂടുതലും ആക്സിഡൻ്റ് ആവുന്നത് കാറും ബസ്സും ഒക്കെയാണ്. ഒന്നാമത് എല്ലാവർക്കും ഒന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഈ റോഡിൽ വന്നിട്ട്. പിന്നെ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണെങ്കിലും വരുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നും പൊളിച്ചും പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് വന്നില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം വെള്ളം. എനിക്കെന്തായാലും ഇവിടെ നിർത്താൻ ടൈമില്ല, കാരണം മധുരൈ വരെ പോകേണ്ടതല്ലേ. മൂന്നാറിലേക്കാണ് നമ്മൾ വന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഇതിലുള്ള മഴ പെയ്തു. നേരെ കയറി നിൽക്കാൻ സത്യം പറഞ്ഞാൽ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഈ മൂന്നാർ പോകുന്ന റൂട്ട് അറിയാമല്ലോ, നമുക്ക് കയറി നിൽക്കാൻ ഒരു വഴി ഉണ്ടാകത്തില്ല. എന്തോ ഭാഗ്യത്തിന് ഇവിടെ കിട്ടിയതാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം നനഞ്ഞു പോയതെന്നല്ല, നനഞ്ഞു ഓൾമോസ്റ്റ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന ബാഗ് ക്ലോത്തിൻ്റെ ബാഗ് ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഞാൻ എടുത്തിരിക്കുന്ന എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയും. പിന്നെ അതെടുത്തുകൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. അതാ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടിയും മിന്നലും മഴയും. അടിപൊളി, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സംഭവം. പക്ഷേ നമുക്ക് മൂന്നാറിന് മധുര വരെ പോകേണ്ടതല്ലേ, അതിൻ്റെ പ്രശ്നം. മധുര വരെ പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് മൂന്നാർ എത്തിയിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്ന് കിടക്കുക കിലോമീറ്റർ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 1:45. ഇപ്പം സമയം ഓൾമോസ്റ്റ് 4 മണി. മൊത്തം 7.5 മണിക്കൂറോളം എനിക്ക് വേണം അവിടം വരെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ 4 മണിയായില്ലേ. നീ എത്രയാ? ഞാൻ അവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 12 മണി നോർമലി എടുക്കും. പക്ഷേ ഞാൻ പോകുന്ന സ്പീഡും ഞാൻ നിർത്തുന്നതൊക്കെ വെച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്ത് പോകുന്നത് കൊണ്ടിട്ട് എനിക്കറിയില്ല ഞാനവിടെ എത്തുമ്പോൾ എത്ര നേരമാകും. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 1-2 ആവുമെന്ന് തോന്നണേ. മഴ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് തോർന്നിട്ടുണ്ട്. ഇത്രയും നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും ശബ്ദം വരുന്നു. കാരണം ഞാൻ നിൽക്കുന്നത് ഷീറ്റിൻ്റെ അടിയിലാണ്. അതുകൊണ്ടിട്ട് ഇത് നല്ല അടിപൊളി മഴയായിരുന്നു. നേരെ അവിടെ നല്ല മേഘങ്ങളും നല്ല സംഭവം, ക്ലൈമറ്റൊക്കെ നല്ല സൂപ്പറാണ്. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇടി നന്നായിട്ട് കുടുങ്ങുന്നുണ്ട്. ഇനി പതുക്കെ ഇവിടെ നിന്ന് പോയി നോക്കണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയ മഴ കുറഞ്ഞിട്ടുണ്ട്. പതുക്കെ പോവാന്ന് വിചാരിച്ചു. കാരണം പോക്കൊന്നും നടക്കത്തില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പതുക്കെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോട്ടെ. അങ്ങനെ ഏതൊക്കെയോ വഴികളിലൂടെ ഞാൻ അവസാനം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൂപ്പാറയിലേക്കാണ്. മൂന്നാർ ടൗൺ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ നേരെ നമ്മുടെ ആനച്ചാൽ വഴി പൂപ്പാറ ടൗൺ ടച്ച് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. സൈൻ ബോർഡ് നോക്കിയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറക്കമായത് കൊണ്ടിട്ട് കുറച്ച് പെട്രോൾ ലാഭിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇതത്ര നല്ല പരിപാടിയൊന്നുമല്ല, കുറച്ച് ഡേഞ്ചറാണ്. സൂക്ഷിച്ച് വരിക. പിന്നെ നമ്മൾ ഈ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലേ രണ്ടും ബാക്കിൽ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് പിടിച്ചുകൊണ്ട് വന്നാൽ അത് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ കിട്ടാതാവും. അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ല് വേണ്ടേ. ഞാൻ പിന്നെ ഇത് ചെയ്ത് ശീലവും ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കാൻ പറ്റും. സമയം ഇപ്പോൾ സത്യം പറഞ്ഞാൽ വൈകി. ഞാനവിടെ എത്തുമ്പോൾ നല്ല രാത്രിയാവുമെന്ന് തോന്നുന്നത്. അങ്ങനെ
ഒരു അന്ത്യമില്ലാത്ത റോഡാണെന്ന് തോന്നുന്നത്. എത്ര നേരെ ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു ബോർഡ് കണ്ടു, ബൈസൺ വാലി. ബൈസൺ വാലി എനിക്കറിയാലോ, പക്ഷേ എനിക്കിപ്പോൾ പോകേണ്ടത് ശരിക്കും പൂപ്പാറയാണ്. പൂപ്പാറയിലേക്ക് പോകാൻ ഇപ്പോൾ അവരോട് ചോദിക്കുക, ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കില്ല. ഒരു ചേട്ടൻ പോകുന്നുണ്ട്. ആ ചേട്ടൻ അറിയുമോയെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. വേറെ ഓപ്ഷൻസ് ഇല്ല. ചേട്ടാ ചേട്ടാ ഈ പൂപ്പാറയ്ക്ക് പോകാൻ. പൂപ്പാറ നേരെയാ? മധുര നേരെയല്ലേ? നേരെ ആ ഓക്കെ ശരി ഓക്കെ. അപ്പം നേരെയാണെന്ന് മനസ്സിലായി. അപ്പം എനിക്ക് പതുക്കെ പോവാം. അപ്പോൾ വഴി തെറ്റിയിട്ടില്ല. എനിക്ക് ഇത്രയും ദൂരം വന്നിട്ട് വഴി തെറ്റിയെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പൊന്നെ എനിക്കിനി വയ്യ. കാരണം നിതംബങ്കൽ സീനായി ഇരുന്നിരുന്ന്. പിന്നെ മറ്റേ തണ്ടർബേഡിൽ നിന്ന് നേരെ ഇതിലേക്ക് വന്നത് കൊണ്ടിട്ട് ആ പൊസിഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര പെട്ടെന്നായത് കൊണ്ടിട്ട് നല്ല പെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 113 കിലോമീറ്ററാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനിയും കിടക്കുകയാണ്. ഇതിൽ പൂപ്പാറയില്ലല്ലോ, മധുരയും ഇല്ല, പൂപ്പാറയില്ല. ചേടാ വഴി തെറ്റി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി ഒന്നും കൂടെ ചോദിക്കേണ്ടി വരും. ഇതെന്താ ഇവിടെ എന്തോ നാരങ്ങ, ശൂലം, പിന്നെ എന്തോ തുണിയൊക്കെ എന്തോ പരിപാടിയാണ്, നമുക്കറിയില്ല. കൂടുതൽ അതിലേക്ക് നോക്കാൻ പോകണ്ട. അപ്പം നമുക്ക് ഇതുവരെയായിട്ടും വഴി കിട്ടിയിട്ടില്ല. വഴി കിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ടൈം എത്രയായി? ടൈം 5:11. സീനായി. അടിപൊളി. ഇനി എപ്പോൾ എത്താനാണ്? എനിക്ക് വയ്യ. ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ചേച്ചി നടന്നു വരുന്നുണ്ട്. ചേച്ചി എടുത്ത് ചോദിക്കാൻ പറ്റുമോ അറിയില്ല. പിന്നെ ചേച്ചി എടുത്ത് ചോദിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ഫസ്റ്റ് ടൈം ആയത് കൊണ്ടിട്ടാണ്. അപ്പോൾ ചേച്ചീനെ കാണിക്കാതെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തും പറഞ്ഞു ചോദിക്കാം. ചേച്ചി പൂപ്പാറയ്ക്ക് നേരെയാണോ? നേരെയാണല്ലേ? ഓക്കെ ശരി. അപ്പോൾ നേരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകണം പൂപ്പാറയ്ക്ക്. അപ്പോൾ വഴി തെറ്റിയിട്ടില്ല. പക്ഷേ അവർക്ക് ഇതിൽ കൊടുക്കായിരുന്നു അതും കൂടെ. എന്താണോ കൊടുക്കാഞ്ഞത്? മെയിൻ സ്ഥലമല്ലേ, പിന്നെന്താ കൊടുക്കാഞ്ഞത്? എൻ്റെ പൊന്നോ, അങ്ങനെ അവസാനം കുറച്ച് മഴയും കൂടെ പിന്നെയും കിട്ടി. ഈ ഹൈ റേഞ്ചിൽ മഴയാണ്, മീൻസ് കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള പ്രദേശത്ത്. പക്ഷെ അത് ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴയില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് തേനിക്ക് 53 കിലോമീറ്റർ ഉണ്ട്. 53 നമുക്ക് കുമളിക്ക് പോകണം അല്ലേ? ടോട്ടൽ അപ്പോൾ 71 കിലോമീറ്റർ ഇനിയിപ്പോൾ പോയാൽ കുമളി എത്തുള്ളൂ. എന്നിട്ട് വേണം അവിടെ നിന്ന് മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോൾ എത്തുമെന്ന് ആർക്കറിയാം. ഇപ്പോൾ ടൈം എത്രയായി? ഇപ്പോൾ ടൈം 6 മണിയാവുന്നു. ഇനി ഞാൻ കുമളി എത്തുമ്പോഴത്തേക്ക് എത്ര നേരമാവും? ഇതിപ്പോൾ പൂപ്പാറ ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും പോകണം. കണ്ടോ മഴക്കാറുണ്ടോ? ഭയങ്കര മഴക്കാറാണ്. അങ്ങനെ അവസാനം എൻ്റെ പൊന്നോ എവിടെയോ ഒരു കാട്ടിൽ എത്തി. ഇരുട്ടായി. എൻ്റെ അമ്മോ, ഇനിയിപ്പോൾ വെട്ടം വേണമെങ്കിൽ വണ്ടിയുടെ അടുത്തുള്ള വന്ന് നിൽക്കണം. എന്താണ് എൻ്റെ മുടി ഇങ്ങനെയൊക്കെ? അങ്ങനെ ഏതോ കാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കുമളിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുമളി എത്തിയിട്ടില്ല. പൂപ്പാറ നേരത്തെ എത്തി. ഇനിയിപ്പോൾ കുമളി. നല്ല മേലുവേദന, എനിക്ക് വയ്യ. കഴുത്തും നട്ടുവും കയ്യൊന്നും അനക്കാൻ വയ്യ. ബാഗും ഉണ്ട് കൂടെ. നല്ല മഴയടക്കം ഇങ്ങനെ കിട്ടിയായിരുന്നു. മഴ കിട്ടുന്നുണ്ട് ഇടക്കിടക്ക്. പക്ഷെ ഞാൻ നിർത്താൻ നിന്നില്ല. നിർത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തൽ നീളുണ്ടാവും. ഇപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ സ്ഥലത്തിൻ്റെ പേരും എനിക്കറിയത്തില്ല. കുമളിക്ക് ഇനി 52 കിലോമീറ്റർ ഉണ്ട്. 6:30 ഇനി 52 കിലോമീറ്റർ പോയി കുമളി എത്തുമ്പോൾ എത്ര മണിയാവും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മധുരയ്ക്ക് എന്തോരം ഉണ്ടെന്നറിയോ?
കേൾക്കുന്നുണ്ടോ? ഫുള്ള് കാടാണ്. ഒന്നും കാണുന്നില്ല, മൊത്തം കാടാണ്. ബൈക്ക് ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ താങ്ക് യു മനുവിൻ്റെ വണ്ടിയാണ്. ഇതുള്ളതുകൊണ്ടാണ് ഈ വരാൻ പറ്റുന്നത്. ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കൽ ഭയങ്കര പാടാണ്. കാരണം ഇനി അങ്ങോട്ട് ഫുള്ള് ഇരുട്ടായിരിക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ മാക്സിമം എന്തെങ്കിലുമുള്ള ലൈറ്റ് ബാക്കി. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ. ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമില്ല. എവിടെയെങ്കിലും പോയിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും കടയിൽ പോയിട്ട് ചായ കുടിക്കണം. അല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്. അപ്പോൾ പോയിട്ട് ഇനി ബാക്കി എവിടെയെങ്കിലും എത്തിയിട്ട് ചായ കുടിക്കാന്നുള്ള ആഗ്രഹം ഞാൻ മാറ്റി. കാരണം നടപടിയാവുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഇവിടെ വരുന്ന വഴിക്ക്, റോഡിലിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചായക്കട ഉണ്ട്. തൽക്കാലം ഞാനിപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും ബജ്ജിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കഴിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് അടുത്ത എങ്ങനെയും കുമ്പിളി പിടിക്കാൻ പറ്റുന്നോട്ടെ. അങ്ങനെ അവസാനം ഇവിടെ ഒരു കസേര കിട്ടിയപ്പോൾ ഇരുന്ന് നിവർത്തിയതാണ്. നാട്ടുവിന് ഒട്ടുക്കത്ത വേദന. ചാരാനൊരു കസേര കിട്ടിയപ്പോഴാണ് രക്ഷപ്പെട്ടത്. എങ്ങോട്ടൊക്കെയോ പൊക്കോണ്ടിരിക്കുക. രാത്രിയായിട്ടാണെങ്കിൽ എനിക്ക് വഴി മനസ്സിലാവുന്നുമില്ല. മഴയും പെയ്യുന്നുണ്ട്. നോക്കിക്കേ റോഡ്, ഒന്നും കാണാനും വയ്യ. ഏട്ടക്കൊക്കെ ഇതേപോലെ ഒരു വണ്ടി വന്നാലായി, ഒരു വല്ല കാറൊക്കെ വന്നാലായി. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യനില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല. പക്ഷെ വല്ലാത്തൊരു റോഡാണ്. സൈഡ് ബോർഡും ഇല്ല, ഒന്നുമില്ല. വണ്ടി കംപ്ലൈന്റ് ഒക്കെ ഇവിടെ വെച്ചിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അമ്മോ, കുമളിക്ക് നേരെ സ്ട്രെയിറ്റും റൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രെയിറ്റ് ആണെന്നുള്ളൊരു മൈൻഡിലാണ് എടുത്തത്. റൈറ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്കത് ചോദിക്കാനോട് ആരെങ്കിലും വേണ്ടേ? നോക്കി റോഡ് കണ്ടോ, കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനില്ല. അങ്ങനെ അവസാനം കുമളി എത്തി. എൻ്റെ പൊന്നോ, ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അതല്ല. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാലേ, ഓൾറെഡി ഞാൻ 208 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ആലുവയിൽ നിന്നും മധുരയിലോട്ട് 270 ഉള്ളൂ, 275 സംതിങ്. ഇത് 208 ഞാൻ ഓടിയിട്ടുണ്ട്. ഇനി എനിക്ക് ഓൾറെഡി 140 ഓടാൻ കിടക്കുന്നുണ്ട്. അപ്പം എവിടെയോ വഴി തെറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. അതാണ്. ഇനിയാണെങ്കിൽ വയ്യ, ചത്ത്. മറ്റേ ആ സുരാജ് പറയുന്ന പോലെ 2 ഓലക്കീറനും വെള്ളത്തുണി എടുത്തു. അങ്ങനത്തെ അവസ്ഥയിലായി. കഴുത്ത് പോലും അനക്കാൻ വയ്യ. ഇനി ഇവിടുന്ന് വല്ല ചായ കുടിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ആ നേരെ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്, കുമളി ചെക്ക് പോസ്റ്റ്. മധുരയിലേക്ക് 138 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് യാത്ര തുടക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. കാരണം എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. കാരണം എന്തോ വണ്ടി ഓടിക്കുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 10:20 എന്തായാലും ലേറ്റായി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് കാട് പോലത്തെ ഏരിയയാണ്, അവിടെ ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെട്ടവും വലിച്ചോ കണ്ട് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ കാണുന്ന ചെക്ക് പോസ്റ്റില്ലേ, ഈ ചെക്ക് പോസ്റ്റ് നേരെ കാണുന്ന ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്. ഇത് കേരളം, അപ്പുറത്ത് തമിഴ്നാട്. അപ്പോൾ ഞാനിനി തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാം. രാത്രി ആവുകൊണ്ട് ഇനി വീഡിയോസ് എടുക്കൽ ഭയങ്കര പാടാണ്. മീൻസ് വണ്ടി ഓടിക്കുന്നതിൻ്റെയും സ്ഥലങ്ങളിലേക്ക് ഇനി കിട്ടത്തില്ല. തമിഴ്നാട് കിട്ടുമെന്നാണ് വിചാരിച്ചത്. തമിഴ്നാട് എടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്, പക്ഷെ അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ നാളെ വല്ലതും തിരിച്ചു വരുമ്പോൾ എടുക്കാം. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഓക്കെ.
രാത്രിയൊക്കെ കഴിഞ്ഞാൽ ക്യാമറ കാണുന്നേ ഇല്ല. പിന്നെ വഴിതെറ്റി, ഒന്നും പറയണ്ട. വഴിതെറ്റി നേരെ ചെന്നൈ റൂട്ടിലേക്ക് പോയി. ഒരു 5-6 കിലോമീറ്റർ അവിടെ കിടന്നോടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൽ പോയ ഒരാളെ പിടിച്ചിട്ടാണ് വഴി ചോദിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞത് അതല്ല റൂട്ട്, ഇതാ റൂട്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വന്നു. അല്ലാ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി 75 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഓടിക്കണം. ഇനി ഞാൻ തൽക്കാലത്തേക്കൊന്ന് വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി 75 കിലോമീറ്റർ കൂടെ ഓടിയിട്ട് കാണാം. ഇനി അവിടെ ചെന്നിട്ട് എവിടെ കിടക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. റൂമൊക്കെ കിട്ടുമോ ഇല്ലയോ ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്നാലേ ഇനി ബാക്കി അറിയാൻ പറ്റുള്ളൂ. ആദ്യം അവിടെ ചെല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ ഇപ്പോൾ ടൈം എത്രയായി? ഇപ്പോൾ 11:45. ഇനി എപ്പോൾ എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ചെന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ പോട്ടെ. അങ്ങനെ അവസാനം എത്തി. പക്ഷെ നല്ല ബെസ്റ്റ് ടൈമിലാണ് എത്തിയത്. ഒരു റൂം കിട്ടാൻ തപ്പി മനുഷ്യൻ മടുത്ത്. എല്ലാ ബോർഡും തമിഴ്. സാധാരണ എല്ലാ ബോർഡും ഇംഗ്ലീഷിലാണ് വരണ്ടേ. മിക്സഡാ, ഇത് തമിഴ്. സ്ഥലമാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കുകയും ചെയ്തു. ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഓട്ടോക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയാ ഓട്ടോയിൽ കയറിക്കോ കൊണ്ട് കാണിച്ചിട്ട്. ഞാൻ പറഞ്ഞ അപ്പം ചേട്ടാ അപ്പോൾ ഈ ബൈക്ക് എന്ത് ചെയ്യും? അല്ലെ അപ്പം പുള്ളി പറയാം അന്നൊരു 50 രൂപ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ കേരളത്തിൽ നിന്ന് വരാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് രാത്രി വന്നുകൊണ്ടിട്ടേ അത് ടൈം എത്രയെന്നറിയോ? 1:30. ഈ സമയത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ അവസാനം ഒരു റൂം സെറ്റാക്കി റൂമിൽ കയറി. ഒന്നും പറയാനില്ല. ഇതൊന്ന് കിടന്നാൽ മതി. കട്ടിലുണ്ട. കാര്യം ബേസിക് റൂമാണ്. എനിക്ക് ബേസിക് മതിയായിരുന്നു. എനിക്ക് ഏതെങ്കിലും മീൻസ് തല വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. വേറെ ഒന്നും വേണ്ട. പക്ഷെ കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം നല്ല റൂമാണ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ എല്ലാ സ്ഥലവും ഇഷ്ടപ്പെടും. പിന്നെ ബാത്റൂമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ട്. എനിക്കെന്തോ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്തായാലും. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഫുള്ള് പൊളിഞ്ഞി. കാരണം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്നിട്ട് വൈകുന്നേരം മറ്റേ അമ്മൻ ടെമ്പിളിൽ പോയിട്ട് പിന്നെ വന്ന് ഇവിടേക്ക് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നടക്കണമെന്ന് വിചാരിച്ചാണ്. ഒന്നും നടന്നില്ല. ഇനി നാളെ എനിക്ക് തോന്നുന്നില്ല. നാളെ വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ വേറെ വല്ല വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. നട്ടുവേദന എടുത്തിട്ട് വയ്യ. നടുവിൽ കൈകുത്താൻ പറ്റുന്നില്ല വേദന കാരണം. പിന്നെ ഇവിടെ കഴുത്ത് വേദന. അത് ബൈക്കിൻ്റെ ഒക്കെയാണ്. അപ്പോൾ നാളെ കാണാം. ഇനി നാളെ എന്തായാലും എല്ലാം കൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് സെറ്റാക്കാനുണ്ട്. ഇന്നത്തെ ഫുൾ എന്തായാലും പാളിപ്പോയി സ്ഥിതിക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്. ബൈ ബൈ.